ഇതിലേക്ക് അല്പം കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർക്കാം. ഒരു നുള്ളു ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാം. ഇനി കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. 2-3 മിനിറ്റ് ഫ്ലെയിം അല്പം കുറച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തും ചേർക്കാം. അല്പം ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയ ശേഷം, ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം.